ഹലോ, നമുക്കിന്ന് തനി നാടൻ ചക്കക്കൂട്ടാനൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. നമ്മുടെ ഉമ്മമാരുടെ സ്പെഷ്യലായ ചക്കക്കൂട്ടാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കേട്ടോ. നമ്മൾ ചക്കയ്ക്ക് ഇട്ട് കൊണ്ടുവന്നു. ഇനി നമുക്ക് അതിലേക്ക് ചക്കയ്ക്ക് മുറിച്ച് അതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഓരോ ചുളകളൊക്കെ മാറ്റി നന്നാക്കി ഒന്ന് വൃത്തിയാക്കി ഒക്കെ ഒന്ന് കൊത്തിയരിയാം കേട്ടോ. ഇതൊന്നും ഞാനല്ല കേട്ടോ ചെയ്യുന്നത്, ഉമ്മയാണ് കൊത്തിയരിയുന്നത് കേട്ടോ. എനിക്കിതിനെക്കുറിച്ച് വലിയൊരു ധാരണയൊന്നും ഇല്ലാത്തൊരാളാണ്. ചക്കക്കൂട്ടാൻ നിന്ന് വരെ ഞാൻ അങ്ങനെ ഒന്നും ഉണ്ടാക്കി നോക്കിയിട്ടില്ല കേട്ടോ. ഇത് ഉമ്മാൻ്റെ സ്പെഷ്യലാട്ടോ ചക്കക്കൂട്ടാൻ. നമുക്കതിലേക്കൊരു തേങ്ങ അരപ്പുണ്ടാക്കണം. അതിനു വേണ്ടി തേങ്ങയൊക്കെ പൊട്ടിച്ച് തേങ്ങയ്ക്കൊന്ന് ചിരകിയെടുക്കാം കേട്ടോ. ഒരു തേങ്ങ നന്നാക്കി ഒന്ന് ചിരകിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് അരപ്പിനാവശ്യമായത് എന്തൊക്കെ നോക്കാം. നല്ല ചീനപ്പറങ്കിയാണ് എടുത്തിട്ടുള്ളത്, ചെറിയ ഉള്ളിയും. അതൊക്കെ എടുത്ത് നന്നാക്കി ഒന്ന് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്യുക കേട്ടോ. അപ്പോഴേക്കും നമുക്ക് ചക്ക വേവിക്കാൻ വെക്കാം. അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, ലേശം മുളക് പൊടി വേണ്ടവർക്കിടാം. ഇതിലിപ്പോൾ ഉമ്മ മുളക് പൊടി ഇട്ടതായിട്ട് കാണുന്നില്ല, മറ്റേതിൽ തന്നെ മുളക് ഉണ്ടാവുമല്ലോ. അപ്പോൾ അരപ്പിൽ മുളക് ഉണ്ടായതുകൊണ്ട് അത് ഇട്ടിട്ടില്ല. എന്നിട്ട് നമ്മൾ തനി നാടൻ വിറകടുപ്പിലാണ് വെക്കുന്നത് കേട്ടോ. കുറച്ച് കറി ലീവ്സൊക്കെ ഇട്ടെടുത്തിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഉമ്മമാരുടെ സ്പെഷ്യലല്ലേ, അപ്പോൾ അതിനൊരു വെറൈറ്റി ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. ഇനി നന്നാക്കി ഒന്ന് വെന്ത് വന്നതിന് ശേഷം നന്നാക്കി ഒന്ന് ഇളക്കി എല്ലായിടത്തേക്കും ഒന്ന് യോജിപ്പിച്ച് കൊടുക്കട്ടെ. മസാലയും ഉപ്പൊക്കെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങാരപ്പ് അതും അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നാക്കി ഇളക്കി കൊടുക്കുക. ആ തേങ്ങയുടെ അരപ്പ് എല്ലായിടത്തേക്കും എത്തുന്ന വിധത്തിൽ നന്നാക്കി ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇത് കഴിച്ചപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായം പറയാം കേട്ടോ. ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. വീടുകളിൽ ഉമ്മമാർ ഇതുപോലെ തന്നെ ഉണ്ടാക്കുന്നുണ്ടാവും. പക്ഷെ നമുക്ക് ഇപ്പോൾ ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഉണ്ടാവില്ല. എനിക്കിതിനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല. ഉമ്മ ഉണ്ടാക്കിയത് ഞാൻ വീഡിയോ പിടിച്ചു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയുക. എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ഇതെല്ലാവരും ഒന്ന് കഴിക്കട്ടെ. ഇവിടെ ഇന്ന് ഉച്ചക്ക് ആർക്കും ഇനി വേറൊരു ഫുഡിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. ഇന്നത്തെ ലഞ്ച് തന്നെ ഇത് തന്നെ ആയിരിക്കും ഇവിടെ എല്ലാവരും ഒന്ന്. ഇപ്പോൾ ഈ ചക്കക്കൂട്ടാൻ തന്നെ ആയിരിക്കട്ടെ എന്ന് കഴിക്കൽ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, അഭിപ്രായം പറയും. എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയും, പക്ഷേ എനിക്ക് ഉണ്ടാക്കാൻ അല്ലാതെ ഞാൻ ഇതുവരെ ചക്കക്കൂട്ടാനൊന്നും ഉണ്ടാക്കി നോക്കിയിട്ടില്ല. അങ്ങനെ ചക്കക്കൂട്ടാനോ ചക്ക അരിയലോ എനിക്ക് വല്ലാതെ വശമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതുവരെ ഉണ്ടാക്കാഞ്ഞത്. അപ്പോൾ ഉമ്മാൻ്റെ സ്പെഷ്യലൊന്നും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ശരി.